ഇന്നലെ വരെ വാരി വിഴുങ്ങിയ ക്യാപ്സൂളുകൾക്ക് ഇനി സ്ഥാനമില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കർണാടക ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു നീക്കം വീണ വിജയൻ നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്രം ഒരു സുപ്രധാനപരമായ കാര്യം കോടതി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ED ഉൾപ്പെടെ ഇടപെടാവുന്ന കേസാണ്. അങ്ങനെ അനവധി അന്വേഷണ ഏജൻസികൾ ഇടപെടുന്ന തരത്തിലേക്കാണ് ഈ കേസിൻ്റെ പ്രാധാന്യമെന്ന് കോടതിയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗുരുതരമായ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുള്ള ഒരു കേസാണ്. മാസപ്പടി വിവാദമാണ്. അനവധി മേഖലകളിൽ കൂടെ കടന്നു പോകുന്നതാണ്. അനവധി നേതാക്കന്മാർ അടങ്ങുന്ന ഒരു ശൃംഖലയാണ്. ഇതെല്ലാം ഉയർത്തിക്കൊണ്ടാണ് കേന്ദ്രം ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ ഏതായാലും ഹർജി തള്ളിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. SFIOയ്ക്ക് ഇനി ധൈര്യമായി തന്നെ അന്വേഷണം മുൻപോട്ട് പോകാം. ഒപ്പം തന്നെ ED അടക്കമുള്ളവ അന്വേഷണത്തിലേക്ക് എത്തും എന്നൊരു കൃത്യമായ സൂചന കോടതിയിൽ കേന്ദ്രത്തിൻ്റെ അഭിഭാഷകന് നൽകാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ വിധിയുടെ പകർപ്പ് നാളെ മാത്രമേ കിട്ടൂ. പക്ഷേ അറസ്റ്റിലേക്ക് ഉടൻ കടക്കില്ല എന്നൊരു സൂചന കൂടി ഒരു രീതിയിൽ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഗുരുതരമായ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നു എന്നുള്ളത് അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഇല്ലെങ്കിൽ കേന്ദ്രം പൂട്ടാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി ഇറക്കിയ ക്യാപ്സൂളുകളെല്ലാം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോടതിക്ക് ബോധ്യമായിരിക്കുന്നു ഇതൊരു വലിയ കൊള്ള തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.